കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഗസയെ വിട്ട് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എന്ന്. ഇതിന് പ്രധാനമായും ഇസ്രയേൽ പറയുന്നത് ഹമാസ് വെസ്റ്റ് ബാങ്കിൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ്. ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ PLOക്ക് സ്വാധീനമുള്ള വെസ്റ്റ് ബാങ്ക് എല്ലാ കാലത്തും അനുരഞ്ജനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി അവർക്ക് ആശയവിനിമയം നടത്താനുമൊക്കെ വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് വെസ്റ്റ് ബാങ്കിൽ നിലവിൽ നിൽക്കുന്നത്. എന്നാൽ ഗാസയിലെ ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് മാതൃക പിന്തുടരുന്നത് തന്നെയാണ് ഇസ്രയേലിനോട് ചെയ്യാൻ കഴിയുന്ന പ്രതിരോധ മാർഗം എന്ന ചിന്ത ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലേക്കുള്ള കടന്നുവരവിനെയും ആ സ്വാധീനത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമത്തെയും വെസ്റ്റ് ബാങ്കിൽ നിന്നും അവസാനിപ്പിക്കണം എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട്. അതിനാണ് അവർ മുൻകൈയെടുക്കുന്നതും. മാത്രവുമല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രോക്സികളായി ഇനി അവശേഷിക്കുന്നത് യമനിലെ ഹൂത്തികൾ മാത്രമാണ്. ഗാസ വെടിനിർത്തൽ പശ്ചാത്തലത്തിൽ ഹൂത്തികളും ആക്രമണത്തിൽ നിന്ന് പിറകോട്ടു പോകുമെന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. ഈ പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കൂടുതൽ ആക്രമണങ്ങൾക്കോ മറ്റോ തയ്യാറെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ തന്നെ അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധിയോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ ജൂതവംശജർ ഫലസ്തീനികളുടെ വീടുകൾ കയ്യേറിക്കൊണ്ടിരിക്കുകയും ഫലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത വെസ്റ്റ് ബാങ്കിൽ സജീവമായിരുന്നു. ഇപ്പോഴത് തീവ്രമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ സൈനിക നടപടിയും. ജനുവരി 6-ന് സമരിയയിലെ കെദൂമിം സെറ്റിൽമെന്റിൽ നടന്ന ഭീകരാക്രമണത്തിൽ 3 ഇസ്രയേലികൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഇസ്രയേലിനകത്തുണ്ടായി. ജനുവരി 18-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് ടെല്ലവീവിലെ ഫ്ലോറന്റൈൻ പരിസരത്ത് നടന്ന മറ്റൊരാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഫലസ്തീന്റെ നേതൃത്വത്തിലുള്ള പോരാട്ട ഗ്രൂപ്പുകൾ, ഫലസ്തീനകത്തുള്ള പോരാട്ട ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം എന്നാണ് ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നും തുടർന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നും ഇതിന് വെസ്റ്റ് ബാങ്ക് കാരണമായിക്കൂടാ എന്നുമാണ് ഇസ്രയേലിന്റെ പക്ഷം. മാത്രവുമല്ല, ഇസ്രയേലിനുള്ളിൽ തന്നെ യഹൂദ്യരിലും സമരിയയിലും വീണ്ടും സംഘർഷാവസ്ഥകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതും ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. ഇതും ഇസ്രയേലിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അയൺ വാൾ എന്ന പേരിൽ ജെനിൻ കേന്ദ്രീകരിച്ചുള്ള ഒരു ഓപ്പറേഷന് തയ്യാറെടുത്തിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയുമായും ഗാസയിലെ ഹമാസുമായും വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാൽ വെസ്റ്റ് ബാങ്കിൽ ഹമാസിനെയും മറ്റുള്ളവരെയും പ്രശ്നത്തിലാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഫലസ്തീൻ ഭീകരതയ്ക്കെതിരായ ശക്തി പ്രകടനമാണ് ഇത് എന്നാണ് ഓപ്പറേഷന്റെ വ്യാപ്തിയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. എന്നാൽ ടെല്ലവീവിൽ നടന്ന ആക്രമണം ഹമാസോ മറ്റ് ഏതെങ്കിലും ഫലസ്തീൻ പോരാട്ട ഗ്രൂപ്പുകളോ ഏറ്റെടുത്തിട്ടില്ല എന്നതും ഇസ്രയേലിന്റെ വാദം തെറ്റാണെന്ന് വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെസ്റ്റ് ബാങ്കിലും പ്രത്യക്ഷമായ പ്രതിഷേധം ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുളയിലെ നുള്ളാൻ തന്നെയാണ് ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണം. എന്നാൽ വെസ്റ്റ് ബാങ്കിന് നേരെയും ജെനിൻ ക്യാമ്പിന് നേരെയുമുള്ള നടപടിക്കെതിരെ പ്രതിരോധ ആഹ്വാനം വിവിധ ഫലസ്തീൻ നേതാക്കൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിരുന്നിട്ടും ഹമാസുമായി ഗസ കാണിക്കുന്ന അഭേദ്യമായ ബന്ധം വെസ്റ്റ് ബാങ്കിലേക്കും കടന്നു കയറുമോ എന്ന ഭയമാണ് ഇസ്രയേലിന്. മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ നിലവിൽ ഫലസ്തീൻ അതോറിറ്റിയുമായി എളുപ്പത്തിൽ ആശയവിനിമയം സാധ്യമാണ് ഇസ്രയേലിന്. ഗസയിലേതിന് സമാനമായി വെസ്റ്റ് ബാങ്കിലും ഹമാസ് പിടിമുറുക്കുന്നതിനെ ഇസ്രയേൽ ഭയക്കുന്നുണ്ട്. ആളുകളോട് നിർഭയരായി ഇരിക്കാനാണ് ഹമാസ് ഇതിനകം തന്നെ നൽകിയ ആഹ്വാനം. ഗസയിലെ വെടിനിർത്തൽ ആഘോഷം പോലെ ഇസ്രയേലിനകത്തും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച നിലക്കാത്ത സൈറണുകൾ ഇന്ന് കേൾക്കുന്നില്ല. ജനം കൂടുതൽ സന്തോഷവാന്മാരാണ്. താൽക്കാലികമെങ്കിലും ഭയമില്ലാതെ പുറത്തിറങ്ങാം എന്നതാണ് ഇസ്രയേലികൾക്ക് വെടിനിർത്തൽ കൊണ്ടുണ്ടായ ലാഭം. അക്രമവും അരാജകത്വവും ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടിത്തെറി തടയാൻ ഇസ്രയേൽ ഒരു മാർഗം കണ്ടെത്തേണ്ട സമയമാണിത്. വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിഗതികൾ നോക്കി എന്തെങ്കിലും ചെയ്യേണ്ട സമയം. ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലക്ക് മുൻപുള്ള ഏറ്റവും ശക്തമായ നിരീക്ഷണമാണ് ഇസ്രയേൽ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ വഞ്ചിതരാകരുത്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഹമാസിന് ഉറച്ച പിടിയുണ്ട്. അവരെ അധികാരത്തിലെത്താൻ അനുവദിക്കാനാവില്ല. IDF-ഉം PA-യും തമ്മിലുള്ള സഹകരണത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നുമാണ് ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. waytonikah.com, the exclusive Muslim matrimonial site.